David the Builder. King David the Builder. When he was the king? 11th century. Okay. 11ാം നൂറ്റാണ്ടിൽ ജോർജിയ ഭരിച്ച ഒരു രാജാവിൻ്റെ സ്റ്റാച്ചു ആണ് നമ്മളവിടെ കണ്ടത്. ഹൗസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഇവിടെ കുറേ ഗവൺമെൻറ് ഓഫീസുകൾ അതുപോലെ കോൺഫറൻസ് ഹാളുകളൊക്കെ ആണ് ഉള്ളതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. കിങ് ഖാലി ജോർജിയൻ ഡിഷസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ദിസ് ഈസ് കച്ചാപ്പൂരി, റൈറ്റ്? കച്ചാപ്പൂരി. ഇങ്ങനെയാണത് കഴിക്കുന്നത്. When you cut inside juice, by two hand, you need to take this is juice, and after you need to cut that we don't lose juice. Okay. Inside there is juice. Wait, very hot. Wait. Hava jubat. Regular hot. നമുക്ക് ഈ എൻട്രൻസ് വഴി ഉള്ളിൽ കയറാം. നോ ഫോട്ടോ. ഈ കാണുന്നത് പഴയ ജോർജിയൻ ലാംഗ്വേജിൻ്റെ ലിപിയാണ്. അതിപ്പോൾ നിലവിലില്ല, ഇപ്പോൾ ഉള്ളത് പുതിയ ലിപിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജോർജിയയിൽ ആദ്യത്തെ ദിവസമാണ്. സമയം ഇപ്പോൾ 10:45. നമ്മൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു, നന്നായിട്ട് കിടന്നുറങ്ങി. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് വരുന്ന വീഡിയോയിൽ പറയാം. ഈ ഹോട്ടലിൻ്റെ പേര് ഓറ ഹോട്ടൽ എന്നാണ്. ഇതൊരു മെയിൻ സ്ട്രീറ്റാണ്, ഏത് റോഡാണെന്നും അറിയില്ല. സമയം ഏകദേശം 10:45 ഇപ്പോൾ റോഡിലൊക്കെ തിരക്ക് തുടങ്ങി. ഗൈഡ് ഓൾറെഡി വന്നു, പുള്ളി റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ജോർജിയ കാഴ്ചകളിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ റൂമും, എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇതാണ് ബാൽക്കണി. ഇതാണ് ലോബി. അത്യാവശ്യം നല്ല ഹോട്ടലാണ് കേട്ടോ. നമ്മൾ അർമേനിയയിൽ താമസിച്ച ഹോട്ടലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഹോട്ടലാണ്, അത് ഹോട്ടലല്ല. നമ്മുടെ ടോയ്ലറ്റിൽ ചെറിയൊരു ഇഷ്യൂ, അതുകൊണ്ട് ഒരു തൊട്ടടുത്ത റൂമിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടതാണ്. ഈ റൂമിലാണ്. Tbilisi, capital of Georgia. 1.5 million population. Okay. I think now more because grow up this last 20 years. Okay. All Georgia we are 5 million. Small country. We have 12 regions. Such India have very famous tea. We have grape and wines. One day we will go wine regions. Okay. We are Christian Orthodox Georgians. Okay. 4th century. നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ജോർജിയ സിറ്റി ടൂറാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? This is Didiron. Now we will go also to Tbilisi. Okay. Historical place. Okay. അപ്പോൾ സിം കാർഡ് എടുക്കണം, എക്സ്ചേഞ്ചിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള പ്ലാനാണ്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആദ്യം ഇപ്പോൾ തന്നെ 11 മണി. നമ്മൾ ഇന്നലെ നന്നായിട്ടൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. രാവിലെ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. നോർമലി യു ആർ ഗെറ്റിംഗ് ട്രാഫിക്? Yes. Morning this time and evening. Okay. What are the office timings? From 9 till 6 till 7. Okay. അർമേനിയയിലെ പോലെ ഇവിടെയും റൈറ്റ് ഹാൻഡ് ഡ്രൈവും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും ഉണ്ട്. ഇവരധികവും കാറൊക്കെ ഇമ്പോർട്ട് ചെയ്താണ് വാങ്ങുന്നത്. പുതിയ കാർ വാങ്ങാനാണെങ്കിൽ ഒരുപാട് ടാക്സ് ആകുന്നുണ്ട്. ഒരു നോർമലി ജപ്പാൻ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നൊക്കെ യൂസ്ഡ് കാർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണുള്ളത്. ഇമ്പോർട്ട് ചെയ്യുന്ന കാറിന് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റോഡിൽ രണ്ടും മിക്സ് ആയിട്ടാണുള്ളത്. കൂടുതലും ലെഫ്റ്റ് ഹാൻഡ് ആണ്, പക്ഷേ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കാറുകൾ ഒരുപാടുണ്ട്. ഇസ് ദിസ് പബ്ലിക് ട്രാൻസ്പോർട്ട്? Yes. Running inside the city? Yeah, different regions. Okay. Different numbers, 338. Okay, different places. Yeah, directions. Okay. They're accepting card or cash? Metro cards. Metro cards. Okay. The same card can be used for Cable car, metro. Okay, all one card. Minibus, city transport. Transport, one card. all one card. You can take and you can Recharge. Yeah. Who is that? King David the Builder. Yesterday we saw this. Yes. Georgia before was kingdom. Yeah. From 4th century till 17th century. Oh, okay. He united Georgia and he was very strong king. David the Builder. King David the Builder. When he was the king? 11th century. 11th century. Okay. 11ാം നൂറ്റാണ്ടിൽ ജോർജിയ ഭരിച്ച ഒരു രാജാവിൻ്റെ സ്റ്റാച്ചു ആണ് നമ്മളവിടെ കണ്ടത്.
What are the common cars locals using here? Toyota, Mercedes, Okay. Lexus, BMW, Okay. Volkswagen, but most of Toyota, very Toyota. famous. Because strong and Yeah, that is the main Stable thing. car. Yeah. And the best part, anywhere you can repair it. Any workshop. Some cars only you can repair at their own workshop. നമ്മുടെ ഇടതുവശത്ത് ഒരു നദി കാണുന്നുണ്ട്, നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ പേര് കുറാ റിവർ എന്നാണ്. ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഏറ്റവും വലിയൊരു നദിയാണ്. This one, stadium. or this is Geostic Hall. To be take passport, official papers, government. Geostic Hall. Okay. ഹൗസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഇവിടെ കുറേ ഗവൺമെൻറ് ഓഫീസുകൾ അതുപോലെ കോൺഫറൻസ് ഹാളുകളൊക്കെ ആണ് ഉള്ളതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. This is Bridge of Peace. Bridge. Also we will cross. Okay. South side after this bridge, old Tbilisi is Okay. red homes, old homes. After we will That go- is all Tbilisi. Yeah, south side. Arikala Fortress, all many places we will go after. Okay. Apartments. Okay. Very nice, but നമ്മൾ ആദ്യം പോകുന്ന ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ചിലാണ്. പക്ഷേ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ചർച്ചിനടുത്തെത്തി. ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. Here right side, Frucht Bazaar. ഫ്രൂട്ട് ബസാർ. അത് ഡ്രൈ ഫ്രൂട്ടാണ്. ഒരുപാട് പഴക്കമൊക്കെ ഉള്ള കുറേ കെട്ടിടങ്ങളാണ് ഈ ഒരു സ്ട്രീറ്റിലുള്ളത്. അതുപോലെ തിരക്ക് തീരെയില്ലാത്ത ചെറിയൊരു റോഡാണ്. രണ്ടു വശത്തും കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഓൾഡ് ട്ബിലിസി എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്ന ഒരു പഴയ ടൗൺ ആണിത്, പഴയ ഒരു ഏരിയ ആണ്. Avlaba. This is part of old Tbilisi. People are living here or This is still some living? old. Okay. But very old buildings. കിംഖാലി ജോർജിയൻ ഡിഷസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതാണ് അവരുടെ മെനു. നമ്മൾ കിംഖാലിയും ഇവരുടെ കച്ചാപ്പൂരി ഇത് ഓർഡർ ചെയ്യാൻ. O, zakon są cywilizacyjną sarczami. To jest same po kaciapu. Jest przyznaczenie to. This is 6 piece. Okay. Like a pizza. ഓക്കെ. The limonade. നമ്മൾ ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ചിനടുത്തുള്ള ഒരു കിംഖാലി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിനകത്താണ്. അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണ്, നല്ലൊരു ആംബിയൻസ് ആണുള്ളത്. ദിസ് ഈസ് കച്ചാപ്പൂരി, റൈറ്റ്? Kaciapuri. കച്ചാപ്പൂരി, ട്രഡീഷണൽ ജോർജിയൻ ഫുഡ്. Like a Georgian pizza. ഇതാണ് കച്ചാപ്പൂരി, ഇവരുടെ ട്രഡീഷണൽ ഫുഡാണ്. വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് മെയിൻലി? ചീസ്. This is cow cheese, egg, fried egg, and little bit butter. വെരി ടേസ്റ്റി. Na prot. നമ്മുടെ പിസയുടെ ഒരു സ്ട്രക്ചറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസിൻ്റെ ഒരു ഫ്ലേവറാണ് കൂടുതലായിട്ടുള്ളത്. കൊള്ളാം. ഇതാണ് വേറൊരു ട്രഡീഷണൽ ഫുഡ് കിംഖാലി. വാട്ട് ഈസ് ഇൻസൈഡ്? ചിക്കൻ? No, cow. കൗ. ഓക്കെ. ഇത് നമ്മുടെ മൊമോസ് പോലത്താണ്. ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. കിംഖാലി ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് You use these two hands. ഇങ്ങനെയാണ് അത് When കഴിക്കുന്നത്. you cut inside juice, by two hands, you need to take this is juice, and after you need to cut that we don't lose juice. ഓക്കെ. By hand. ഇൻസൈഡ് ദർ ഇസ് ജ്യൂസ്. Wait, very hot. Wait a minute. And by hand you need. നമ്മുടെ ജോർജ് കഴിച്ചത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഞാൻ ആദ്യം കഴിച്ചപ്പോൾ അത് പൊട്ടി താഴെ പോയി. ഇത് രണ്ടാമത്തെയാണ്. അത് ഓക്കെയാണ്. ഇതിനകത്തുള്ള ആ ഒരു ജ്യൂസ് ഉണ്ട്, ആ സാധനം കിട്ടണം, അത് കുടിക്കണം.
അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ബീഫാണ്, കൗ മീറ്റ്. അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ 5 പേർക്ക് 54 ദിർഹംസാണ് ആയത്. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു. 5 പേർക്ക് 54 ദിർഹംസാണ് ആയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കാശ്, ഒരാളിന് 10 ദിർഹംസേ ആവുന്നുള്ളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ചിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്നാണ് പറഞ്ഞത് ആ ചർച്ച്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നമ്മൾ ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ചിൻ്റെ എൻട്രൻസിലെത്തി. ഇതാണ് മെയിൻ ഗേറ്റ്. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം വെയിലുണ്ട്, ചൂടില്ല. പക്ഷേ ഇപ്പോൾ സമയം 12:30. You can do nice photos from here. Yeah, okay. This side Georgian kings, this side Georgian religion Okay. people. These stones, Oh, okay, they're still okay. doing, not finished. This one. Okay. This side, these olive trees, this side and right side. You know, country Greece. Yeah, Greece. They give us when we built this church. 1995 we start to build. Okay. 2004 was open ceremony. Okay. This is main church, biggest church in Georgia, Holy Trinity Church. Left side you can see this special place for Okay. Lot of bells there. yes, Uh-huh. ceremony time. Only it's working like on the ceremony time. Ceremony time. Okay. But how many bells? Lot of bells are there. Yeah. ആ ഒരു മണിമേടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബെല്ലുണ്ട്. ഈ ഇവരുടെ ആരാധനാ സമയത്ത് പ്രവർത്തിപ്പിക്കുന്നതാണ് പറഞ്ഞത്. എല്ലാ ബെല്ലും പ്രവർത്തിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ കാണുന്ന ഒലിവ് മരങ്ങളിൽ ഗൈഡ് പറഞ്ഞത് ചർച്ച് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഗ്രീക്കിൽ നിന്ന് ഇവർക്ക് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ടതാണെന്നാണ് പറഞ്ഞത്. ജോർജിയയിലെ ഏറ്റവും വലിയ ചർച്ചാണിത്. 1995 നിർമ്മാണം ആരംഭിച്ചിട്ട് 2004 ഇത് കംപ്ലീറ്റ് ആയത്. This is real gold. ഇറ്റ് ഈസ് റിയൽ ഗോൾഡ് ഓൺ ദ റൂഫ്. ഓക്കെ. ആ റൂഫിൽ സ്വർണ്ണ കളറിൽ കാണുന്നത് റിയൽ ഗോൾഡ് എന്നാണ് പറയുന്നത്. One side religion leaders, another side Georgian kings. ഓക്കെ. ഈ ക്രോസിൽ ഇവിടെ പുരോഹിതന്മാരുടെ ഒക്കെ പിക്ചറും ആ സൈഡിൽ രാജാക്കന്മാരുടെ പടവുമാണ് ഈ ക്രോസിലെല്ലാം. Kings from last centuries. ഓക്കെ. ഇതൊക്കെ രാജാക്കന്മാരുടെ ചിത്രമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ 1500 വർഷത്തിൻ്റെ വാർഷികത്തിൻ്റെ അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 2000 വാർഷികത്തിൻ്റെയും ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇവർ ഈ ഒരു ചർച്ച് ഓപ്പൺ ചെയ്തത്. ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ സമേബ കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് പ്രാദേശികമായിട്ട് സമേബ കത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത്. ജോർജിയയിലെ ക്രിസ്തീയ മതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇത്. 1995 നിർമ്മാണം ആരംഭിച്ചിട്ട് 2004 ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത്. എലിയ ഹിൽ എന്നാണ് ഈ ഒരു ഏരിയയുടെ പേര്. ജോർജിയൻ ബൈസന്റൈൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള വാസ്തുശില്പകലയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സിറ്റിയുടെ വ്യൂ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇത് പുതിയ ടിബിലിസിയും ഇത് പഴയ ടിബിലിസിയും. This is Tatsminda Park. Tatsminda, it's mean holy mountain. Okay. Because this is church, Tatsminda small church. Yeah. And all our famous writers, famous people near these graves. Holy mountain. തസ്മിൻഡ മൗണ്ടൻ എന്നാണ് ആ മൗണ്ടൻ പറയുന്നത്. അതൊരു ഹോളി മൗണ്ടൻ എന്നാണ് അതിന് ജോർജിയൻ ലാംഗ്വേജിൽ അർത്ഥം. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. അവിടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പുരോഹിതന്മാരെയും നേതാക്കന്മാരെയൊക്കെ അടക്കിയിരിക്കുന്ന ആ പള്ളിയിലാണ്. ഇതാണ് ഇവരുടെ മെയിൻ എൻട്രൻസ്. ഇത് ശനിയും ഞായറും മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. അല്ലാത്തപ്പോൾ നമുക്ക് ഒരു ചെറിയ വാതിലുണ്ട്, മെയിൻ ഡോർ അല്ലാത്ത ഡോർ. അതുവഴിയാണ് നമുക്ക് ഉള്ളിൽ കയറാൻ. ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റാണ്. ഇത് നല്ല പൊക്കമുള്ള ഒരു സ്ഥലത്താണ് ഇത് ഇരിക്കുന്നത്. ജോർജ്, വാട്ട് ഈസ് ദാറ്റ്? This is personal, church personal. ഓക്കെ. ഇതെല്ലാം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണ്. നമുക്ക് ഈ എൻട്രൻസ് വഴി ഉള്ളിൽ കയറാം. നോ ഫോട്ടോ.
ഈ കാണുന്നത് പഴയ ജോർജിയൻ ലാംഗ്വേജിൻ്റെ ലിപിയാണ്. അതിപ്പോൾ നിലവിലില്ല, ഇപ്പോൾ ഉള്ളത് പുതിയ ലിപിയാണ്. ഇത് ഈ പള്ളിയുടെ ഏറ്റവും താഴത്തെ നിലയിലാണ്. നമ്മളിപ്പോൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തൊരു ലൈബ്രറി ഉണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് അവിടെ ആ ലൈബ്രറിക്ക് തീ പിടിച്ചിട്ട് ഈ പള്ളിയുടെ ഈ ഒരു ഭാഗത്തിന് അത്യാവശ്യം കേടുപാടുണ്ടായെന്നാണ് പറയുന്നത്. നമ്മൾ പുറത്തിറങ്ങി. Different kind of grapes, because you can see these grapes. Okay, Now okay. not vintage time, September, vintage time. End of September, this is now green. After will be yellow, red, different sort of grapes. Yeah. തെമുറാസ് ഫിഷ് എന്ന് പറയുന്ന ഒരു 15-16 സെഞ്ചുറിയിലുണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ പ്രതിമയാണ്. അകത്ത് കയറുന്ന സമയത്ത് നമ്മൾ മുട്ടിൻ്റെ താഴോട്ട് മറച്ചിരിക്കണമെന്നുണ്ട്. ഷോർട്സ് എന്തെങ്കിലും ഇട്ട് വരികയാണെങ്കിൽ അവിടെ മുണ്ട് പോലൊരു സാധനം വെച്ചിട്ടുണ്ട്, അതെടുത്ത് വേണം പോകാൻ. അതുപോലെ ക്യാപ്പ് വെക്കാൻ പാടില്ല. ലേഡീസ് ഏത് ഡ്രസ്സ് ഇട്ടിരുന്നാലും അവർക്ക് ഈ ഒരു മുണ്ട് പോലത്തെ സാധനം ഉടുത്തിട്ട് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇറ്റ് കെയിം ഫ്രം റോം, റൈറ്റ്? Greek side they give us because this olive oil they use for cross. It's very good for health also. This side all this. ഇവിടെയൊക്കെ ഫൗണ്ടൻ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആൾ കുറവായിരുന്നു. ഇപ്പോൾ ആൾക്കാരുടെ വരവ് കൂടി, വിസിറ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ എന്തോ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ ട്രിനിറ്റി കത്തീഡ്രലിലെ വിശേഷങ്ങൾ. നമ്മുടെ ആദ്യത്തെ ജോർജിയൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.